തുടർച്ചയായ രണ്ടാം ദിവസവും ഡൽഹി കൊച്ചി വിസ്താര വിമാനം റദ്ദാക്കി 4:30 പുറപ്പെടേണ്ട വിമാനമാണ് റദ്ദാക്കിയതെന്ന് യാത്രക്കാർക്ക് അറിയിപ്പ് ലഭിച്ചു. ബൽറാം നെടുങ്ങാടി കൂടുതൽ വിശദാംശങ്ങളുമായി. ബൽറാം, അധികൃതർ എന്ത് വിശദീകരണമാണ് നൽകുന്നത്? ഇത് രണ്ടാം ദിവസവും വിമാനം റദ്ദാക്കുകയാണല്ലോ. കീർത്തന, ഡൽഹിയിൽ നിന്നും കൊച്ചിയിലേക്ക് വിസ്താര വിമാനത്തിൽ യാത്ര ചെയ്യേണ്ട യാത്രക്കാരാണ് പ്രതിസന്ധിയിലായത്. തുടർച്ചയായി രണ്ടാം ദിവസമാണ് വിസ്താരയുടെ ഡൽഹി കൊച്ചി വിമാനം സർവീസ് റദ്ദാക്കുന്നത്. വിമാനം പുറപ്പെടുന്നതിന് മണിക്കൂറുകൾ മുൻപ് മാത്രമാണ് യാത്രക്കാർക്ക് വിമാനം റദ്ദാക്കിയതായുള്ള അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ പകരം വിമാനം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കമ്പനിയിൽ നിന്നും ഇതുവരെ വ്യക്തമായ ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല എന്നാണ് യാത്രക്കാർ അറിയിക്കുന്നത്. ഇന്നലെ ഈ വിമാനം റദ്ദാക്കിയതിനെ തുടർന്ന് അതിൽ യാത്ര ചെയ്യേണ്ടവർക്ക് ഇന്നത്തെ വിമാനത്തിൽ ടിക്കറ്റുകൾ നൽകിയിരുന്നു. എന്നാൽ ആ വിമാനം വീണ്ടും റദ്ദാക്കിയിരിക്കുകയാണ്. ഇതോടെ യാത്രക്കാർ ഒരു ദിവസം ഡൽഹിയിൽ കുടുങ്ങിയ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. തുടർ യാത്രയ്ക്കായി എന്ത് ക്രമീകരണം എന്ന കാര്യത്തിൽ ഇതുവരെയും കമ്പനിയിൽ നിന്നും വ്യക്തമായ മറുപടി ലഭിച്ചിട്ടില്ല. ശക്തമായ പ്രതിഷേധമാണ് യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ഈ സാഹചര്യത്തിൽ ഉണ്ടാകുന്നത്. ശരി, തുടർച്ചയായ രണ്ടാം ദിവസവും ഡൽഹി കൊച്ചി വിസ്താര വിമാനം റദ്ദാക്കിക്കുകയാണ്. വിശദാംശങ്ങളാണ് ബൽറാം നെടുങ്ങാടി നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.